Hi students, today let us study the law of demand. The law of demand states that there is an inverse relationship between quantity demanded of a commodity and its price, other factors being constant. In other words, higher the price, lower the demand and vice versa, other things remaining constant. Law of demand നമ്മളോട് പറയുന്നത് വിലയും ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ലെങ്കിൽ, ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന വിലയൊഴികെയുള്ള മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയും പ്രൈസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. വില കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും, വില കൂടിയാൽ ഡിമാൻഡ് കുറയും. ലോ ഓഫ് ഡിമാൻഡ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻസ്. ഏതൊക്കെയാണ് അസംഷൻ നമുക്ക് നോക്കാം. No change in price of related commodities. Related commodity price യാതൊരു മാറ്റവുമില്ല. No change in the income of the consumer. Consumer ഇൻകത്തിൽ മാറ്റമില്ല. No change in the taste and preference of the consumer. Consumer ടേസ്റ്റിലും പ്രിഫറൻസിലും മാറ്റമില്ല. There is no change in the habit and fashion of the consumer. Consumer ഫാഷനിലും ഹാബിറ്റിലും യാതൊരു മാറ്റവുമില്ല. No change in the size of population. ജനസംഖ്യയിൽ മാറ്റമില്ല. No expectation regarding future change in price. വിലമാറ്റത്തെ കുറിച്ചുള്ള പ്രതീക്ഷകളൊന്നുമില്ല. ഭാവിയിൽ വില മാറുമെന്ന് അവർ കരുതുന്നില്ല. ഇതൊക്കെയാണ് അസംഷൻസ്. ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോ ഓഫ് ഡിമാൻഡ് നിലനിൽക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളും, വില ഒഴികെയുള്ള എല്ലാ ഘടകങ്ങളും മാറ്റമില്ലാതെ നിൽക്കുന്നു എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ലോ ഓഫ് ഡിമാൻഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. This law can be explained with the help of demand schedule and demand curve. നമുക്ക് ഡിമാൻഡ് ഷെഡ്യൂളും ഡിമാൻഡ് കർവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറെഡി ഡിമാൻഡ് ഷെഡ്യൂളും ഡിമാൻഡ് കർവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പ്രൈസ്, ക്വാണ്ടിറ്റി. പ്രൈസ് 10 ആയിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി 10 യൂണിറ്റ് ആണ്, 10 കിലോഗ്രാം ആണ്. 8 കുറയുമ്പോൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി 20 വർദ്ധിക്കുന്നു. 6 രൂപയായി വില കുറയുമ്പോൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി 30 കിലോമായി വർദ്ധിക്കുന്നു. 2 രൂപയായി കുറയുമ്പോൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി 50 കിലോഗ്രാമായി വർദ്ധിക്കുക. സോ ദിസ് ഷെഡ്യൂൾ can be used to conclude that there is an inverse relationship between price and quantity demanded for a commodity. സാധനത്തിന്റെ വിലയും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ബന്ധം, ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി തമ്മിലുള്ള ബന്ധം എന്താണ്? ഇൻവേഴ്സ് ആണെന്ന് ഈ ഒരു ടേബിളിലൂടെ നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കും. So we can show the above demand schedule through the following demand curve. ഈ ഡിമാൻഡ് കർവ് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ കണ്ട ഡിമാൻഡ് ഷെഡ്യൂളിനെയാണ് ഡിമാൻഡ് കർവിലൂടെ നമ്മൾ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. So in the figure, the price and quantity demanded are measured along the y-axis and x-axis respectively. പ്രൈസ് വൈയിലും ക്വാണ്ടിറ്റി OX-ലുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. By plotting various combinations of price and quantity demanded, we get a demand curve DD1 derived from points A, B, C, D and E. ഡയഗ്രം നോക്കുക. ഈ വിവിധ വിലയും വിവിധ പ്രൈസ് ക്വാണ്ടിറ്റിയും നമ്മൾ പ്ലോട്ട് ചെയ്തപ്പോൾ പോയിന്റ് എയും പോയിന്റ് ബിയും സിയും ഡിയും ഇയും. എ എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി 10, വില 10. ബി എന്താണ്? പ്രൈസ് 8, ക്വാണ്ടിറ്റി 20. സി എന്താണ്? പ്രൈസ് 6, ക്വാണ്ടിറ്റി 30. ഡി എന്താണ്? പ്രൈസ് 4, ക്വാണ്ടിറ്റി 40. ഇ എന്താണ്? പ്രൈസ് 2, ക്വാണ്ടിറ്റി 50. ഈ പോയിന്റുകളെ നമ്മൾ പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് DD1 കർവ് ലഭിച്ചു. ഇതാണ് ഡിമാൻഡ് കർവ്. ഇതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവാണ് എന്നത് കാണിക്കുക. ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് its price. Clear? Thank you.